വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് കേൾക്കാൻ സാധിച്ചത്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ഒരു കുഞ്ഞുകൂടി മരണപ്പെട്ടിരിക്കുന്നു. മലപ്പുറത്ത് നിന്നാണ് ആ വാർത്ത നമ്മളെ തേടിയെത്തിയത്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ എത്ര കുരുന്നുകളാണ് നമുക്ക് നഷ്ടമായത്. ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരമില്ലേ? മലപ്പുറത്ത് പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് സെന ഹാരിസിന്റെ മരണം. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുഞ്ഞിന് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. കുട്ടിയും കസിൻ സിസ്റ്ററും കൂടി മിഠായി വാങ്ങാൻ അടുത്തുള്ള പീടികയിലേക്ക് പോയതായിരുന്നു. അവിടെ നിന്നാണ് നായയെ കാണുന്നത്. കൂടെയുള്ള കുട്ടി ഓടി രക്ഷപ്പെട്ടു. ഈ കുഞ്ഞ് നായയെ കണ്ട പരിഭ്രാന്തിയിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കുട്ടിയുടെ കാലിലും തുടയിലും നെഞ്ചിലും തലയിലുമൊക്കെ നായ കടിച്ചു കീറി. ബന്ധു കൂടിയായ ഒരാൾ നായയെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും നായ അവിടെ നിന്ന് പോയില്ല. മിഠായി വാങ്ങാൻ പോയ കുഞ്ഞ് എവിടെ പോയെന്ന് അന്വേഷിച്ച് ഉമ്മ വന്നപ്പോഴാണ് കാഴ്ച കാണുന്നത്. ഉമ്മ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നായയെ ഓടിച്ചു. ഉടനെ തന്നെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും പ്രതിരോധ വാക്സിൻ എടുത്തതാണ്. തുടഭാഗത്ത് ഒരു ഓപ്പറേഷനും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ ചെന്നത്. ഒരാഴ്ച കൊണ്ട് തന്നെ മുറിവ് ഉണങ്ങുകയും കുട്ടി മറ്റു കൂട്ടുകാരോടൊപ്പം കളിക്കുകയും ചെയ്തു. ഏകദേശം 15 ദിവസമായപ്പോഴാണ് കുട്ടിക്ക് പനിയും വിറയലും വന്നത്. വീണ്ടും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ 7 ദിവസം ചികിത്സയിലിരിക്കെയാണ് കുട്ടി മരിച്ചത്. അതിനിടയ്ക്ക് കുട്ടിക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. പ്രതിരോധ വാക്സിനേഷൻ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് തലയിൽ നായ കടിച്ചതിനെ തുടർന്ന് ബ്രെയിനിലേക്ക് പെട്ടെന്ന് തന്നെ ഈ വൈറസുകൾ സ്പ്രെഡായത് കൊണ്ടാണ് പ്രതിരോധ വാക്സിനേഷൻ കൊടുത്തിട്ടും കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്തായാലും തെരുവ് നായ്ക്കളെ കൊണ്ടുള്ള ശല്യം ചെറുതല്ല. സെന മോളെ തെരുവ് നായ ആക്രമിച്ച അതേ ദിവസം തന്നെ പ്രദേശത്ത് 7 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടിക്ക് IDRB വാക്സിൻ നൽകിയിരുന്നു. 7 ദിവസം കൊണ്ട് തന്നെ കുട്ടിയുടെ മുറിവുകളൊക്കെ ഉണങ്ങുകയും കുട്ടി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. എന്നാൽ 15 ദിവസങ്ങൾക്ക് ശേഷം കുട്ടി പേവിഷബാധയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം.